പ്രതീക്ഷിച്ചോ? ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോട്, പിന്നെ അള്ളാഹു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം ഈ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളോട്. ഇതാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, വഫീ ഹാദിഹിൽ ആയ, അള്ളാഹു പറഞ്ഞ തൗബയിലുള്ള ഈ ആയത്തിൽ ദലീലുൻ അലാ വുജൂബി മഹബ്ബത്തില്ലാഹി വറസൂലിഹി, ഓരോ വിശ്വാസിയും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സ്നേഹിക്കൽ നിർബന്ധമാണെന്നതിന് തെളിവുണ്ട്. ആർക്കെങ്കിലും വാദമുണ്ടോ സ്നേഹിക്കണ്ടെന്ന്? ഒരാൾക്കും വാദമില്ല. എങ്ങനെ സ്നേഹിക്കണം ആ വിഷയത്തിൽ തർക്കമുണ്ട്. കാരണം എന്താണെന്നറിയോ? സ്നേഹമെന്ന് പറയുന്നത് നിർബന്ധമാണ് എങ്കിൽ ആ സ്നേഹം സ്വഹാബികൾ അവരുടെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടാകും. ആ സ്നേഹം തബഉ താബീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും എല്ലാം അവരുടെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടാകും. എങ്കിൽ നമുക്കും ആ സ്നേഹം ജീവിതത്തിൽ കാണിക്കാൻ കഴിയണം. അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില ആളുകൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആളുകൾ അന്നും അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അള്ളാഹിനോട് വലിയ ഇഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് പറയുന്നവരോട് അടയാളം കാണിക്കാൻ വേണ്ടി പറ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെന്ന് പറയുന്നവരുണ്ടല്ലോ അവരോട് പറ, അങ്ങനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അടയാളം കാണിക്ക്. എന്താണ് അടയാളം? ഫത്തബിഉനി, എന്നെ ഇത്തിബാ ചെയ്ത് കാണിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് കാണിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്ത് കാണിക്ക്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ പ്രധാനവും അത് തന്നെയാണ്. കാരണം ഇൻ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിനക്കൊരാളോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്വം എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ നീ തയ്യാറാകണം. അതാണ് യഥാർത്ഥ സ്നേഹം. സ്വഹാബികൾ അതായിരുന്നു. എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, അവിടുന്ന് എന്താ പഠിപ്പിച്ചത്, അവിടുന്ന് എന്താ ചെയ്തത്, ഇതായിരുന്നു അവരുടെ നിലപാട്. പ്രിയപ്പെട്ട മുഅ്മിനേ, എന്റെയും നിങ്ങളുടെയും നിലപാട് അങ്ങനെയാകുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ നേതാവിനോടുള്ള സ്നേഹമൊന്ന് ആത്മാവ് കൊണ്ടൊന്ന് പരിശോധിക്ക്. ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ കാണിക്കുന്ന സ്നേഹമല്ല മുത്തുനബി പഠിപ്പിച്ച സ്നേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം എപ്പോഴാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മുടെ നാടുകളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു മൗലിദുണ്ട്. ആ മൗലിദിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വഖ്തുലിഫ ഫീ അമ്മി വിലാദതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫീ ശഹരിഹാ വഫീ യൗമിഹാ, ഏത് മാസത്തിലാന്ന് ഉറപ്പില്ല, ഏത് ദിവസത്തിലാന്ന് ഉറപ്പില്ല എന്ന് മൗലിദ് കിതാബിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. റജബിലാന്ന് പറഞ്ഞവരുണ്ട്, റമളാനിനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് പറഞ്ഞവരുണ്ട്, റബീഉൽ അവ്വൽ 29-നാണെന്നും 12-നാണെന്നും 11-നാണെന്നും 18-നാണെന്നും പറഞ്ഞവരുണ്ട്. ഇങ്ങനൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഒരു പുണ്യകർമ്മവും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ സ്നേഹം എന്ന് പറയുന്ന റബീഉൽ അവ്വലിൽ ഉണ്ടാകേണ്ടതല്ല, ജീവിതത്തിലുടനീളം ഉണ്ടാകണം. എല്ലാ നേരത്തും ഉണ്ടാകണം, എല്ലാ സമയത്തും ഉണ്ടാകണം. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ നിസ്കാരത്തിൽ നെഞ്ചത്ത് കൊണ്ടുപോയി കൈകെട്ടുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാ നമസ്കാര ശേഷം കൂട്ടമായൊന്ന് ദുആ ചെയ്യാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് മരിച്ച വീട്ടിൽ വന്നൊന്ന് ഖുർആൻ ഓതാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി 3 ആണ്ടും 7ഉം 21 അടിയന്തരവും കഴിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് മൗലിദ് ഓതാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഖുർആൻ ഓതുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ദിക്ർ ചൊല്ലുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് നാരിയത്ത് സ്വലാത്ത് ചൊല്ലാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുന്നത്? പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് പുകഴ്ത്തി പറയുന്നുവെന്ന് പറയുന്ന മൗലിദ് വന്ന് ചെല്ലാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഓരോ കാര്യവും ചെയ്യുന്നത് ചെയ്യാത്തത് എന്ന എല്ലാ ചോദ്യത്തിനും
നമുക്കൊരൊറ്റ മറുപടിയേ ഉള്ളൂ, വമാ ആതാകുമുർ പിൻപറ്റാനുമുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ അടയാളം അതാണ് പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ സ്നേഹിച്ചതിന് പകരം നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ച് സ്നേഹിക്കുക എന്ന് പറയുന്നത് ജീവിതം കൊണ്ടായിരിക്കണം. അവിടുത്തെ വഫാത്തിൻ്റെ സമയം അടയാളങ്ങൾ ഏകദേശം ഹിജ്റയുടെ 10-ാം വർഷം മുതൽ ആരംഭിക്കുന്നുണ്ട്. ആ സമയത്തുള്ള റമളാൻ, എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് ഉറപ്പ് വരുത്തി കൊടുക്കും. പക്ഷേ അവസാനത്തെ റമളാനായപ്പോൾ 2 പ്രാവശ്യം ആവർത്തിച്ച് ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത് കേട്ട് ഉറപ്പ് വരുത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നു. അതൊരടയാളമായിരുന്നു, അവിടുത്തെ വിടപറയലിൻ്റെ അടയാളമായിരുന്നു. രണ്ടാമത് അതേ റമളാനിൽ തന്നെ, എല്ലാ റമളാനിലും കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. റമളാനിൽ അവസാനത്തെ 10 ഇരിക്കാറുണ്ടായിരുന്ന പ്രവാചകൻ വിട പറയുന്ന റമളാൻ എത്തിയപ്പോൾ 20 ദിവസം ഇരുന്നു എന്ന് കാണാം. ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. അതൊരടയാളമായിരുന്നു. അതേ പ്രകാരം തന്നെ അവസാന സമയത്തിറങ്ങിയൊരു സൂറത്താണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇത് വിട പറയുന്നതിൻ്റെ ഒരു അടയാളമായി പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയാണ് ഈ ആയത്തിൻ്റെ അവതരണം. അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, അവനിൽ നിന്നുള്ള വിജയം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഇസ്ലാം മതത്തിലേക്ക് ആദ്യം കടന്നു വന്നിരുന്നത് ഒറ്റയും തെറ്റയുമായി കുറഞ്ഞ ആളുകളാണ്. 4-5 ദിവസം കൂടുമ്പോൾ ആരെങ്കിലും ഒരാൾ കടന്നു വരും. മാസങ്ങൾ കഴിയുമ്പോൾ ഓരോരുത്തർ കടന്നു വരും. ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷേ അവസാന സമയത്ത് അങ്ങനെയല്ല. മദീനയിൽ നിന്ന് അവിടുത്തെ വിട പറയുന്ന സമയത്തേക്ക് ഓരോ നാടും ഓരോ ഗോത്രവും ഓരോ ആളുകളും വന്നിട്ട് ആയിരക്കണക്കിന് ആളുകൾ കൂട്ടമായി ദീനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിന് അത് മനസ്സിലായപ്പോൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്ന രൂപത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. നീ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയും വേണം. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് ചില നിവേദനങ്ങളിലുണ്ട്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു, അവനെ പ്രകീർത്തിക്കുന്നു, അള്ളാഹുവെ പുറത്തു തരണേ എന്ന് പറയുന്നു. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ അവസാനത്തെ ഹജ്ജ് എന്ന് പറയുന്ന ഒരേ ഒരു ഹജ്ജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജും ജനങ്ങളോട് പറഞ്ഞു, ഖുദൂ മനാസികക്കും അന്നി. ഇതാ നിങ്ങൾ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും എന്നെ കണ്ടു പഠിക്കണം കേട്ടോ, എന്നിൽ നിന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒരു സമയത്ത് അവിടെ നിന്ന് പറഞ്ഞവത്രേ, ഇനി ഒരു പക്ഷേ ഒരു ഹജ്ജ് നിങ്ങളോടൊപ്പം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അടക്കാർതും പറഞ്ഞു. അപ്പോൾ അവസാനത്തെ ഹജ്ജ് എന്നുള്ള രൂപത്തിൽ ഹജ്ജത്തുൽ വിദാ, അതൊരു വിട പറയലിൻ്റെ സൂചനയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ വഫാത്തിൻ്റെ സൂചനയായിട്ട് ഹജ്ജത്തുൽ വിദായിൽ നടത്തിയ ഖുതുബത്തുൽ വിദാ, വിട പറയൽ പ്രസംഗം, ഇതൊരു വല്ലാത്ത വൈകാരികമായ രംഗമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾ, ഒരുപാട് ആളുകൾ, എല്ലാ ആളുകളെയും മുൻനിർത്തിക്കൊണ്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ അവകാശത്തെപ്പറ്റി, സ്ത്രീകളുടെ അവകാശത്തെപ്പറ്റി, പരസ്പരമുള്ള ബന്ധത്തെപ്പറ്റി, അള്ളാഹുവിനോടുള്ള കടമകളെപ്പറ്റി, ദീനിൻ്റെ തൗഹീദിൻ്റെ തബ്ലീഗിനെ പറ്റി എല്ലാം ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത്ര സുന്ദരമായ, ഇത്ര ലളിതമായ, ഇത്ര സംക്ഷിപ്തമായ, ഇത്ര കണ്ടന്റ് അടങ്ങുന്ന ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനവും ഒരു ഹ്യൂമൻ റൈറ്റിൻ്റെ പ്രഖ്യാപനവും ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല.
ആരും ആരെയും ആക്രമിക്കരുതെന്ന് പഠിപ്പിച്ചുകൊണ്ട്, പലിശയെ നിരോധിച്ചു കൊടുത്തുകൊണ്ട്, അങ്ങനെ ലോകാവസാനം വരെയുള്ള മനുഷ്യരിൽ ഉണ്ടാകേണ്ടുന്ന സകല നന്മകളും എടുത്തു പറഞ്ഞുകൊണ്ട് അവസാനം അവിടുന്ന് ജനങ്ങളോട് ചോദിച്ചു, ഹേ ജനങ്ങളെ, ഇതേതാ ദിവസം? ജനങ്ങളൊക്കെ വിചാരിച്ചു ഈ ദിവസം മാറിപ്പോയോ. അവിടുന്ന് പറഞ്ഞു അറിയില്ല. അവിടുന്ന് പറഞ്ഞു ഇത് ദുൽഹിജ്ജയല്ലേ? ഇത് ഈ മാസം ഏതാണ് ചോദിച്ചു. ദുൽഹിജ്ജയല്ലേ? ഇത് ദുൽഹിജ്ജയുടെ അറഫ ദിനമല്ലേ? ഇതേതാ സ്ഥലം? ഇത് പവിത്രമാക്കപ്പെട്ട അറഫയല്ലേ? അങ്ങനെ ഓരോന്നും ചോദിച്ചതിന് ശേഷം ഇതുപോലെ മഹത്തരമാക്കപ്പെട്ട ദിവസത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞിട്ട്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ടുന്ന എൻ്റെ ദൗത്യം എത്തിച്ചു തന്നിട്ടില്ലേ എന്ന ചോദ്യത്തിന് ബലാ. സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, നബിയേ, നിങ്ങളുടെ ദൗത്യം നിങ്ങൾ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂല് 10-23 വർഷക്കാലം തൻ്റെ ജീവിതം കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് പ്രബോധനം നിർവഹിച്ച് ആട്ടിപ്പായിച്ച ജനതക്ക് മാപ്പ് കൊടുത്ത് എല്ലാവർക്കും നന്മ മാത്രം ആഗ്രഹിച്ച് ജീവിച്ച് വിട പറയുന്ന സമയത്ത് സകല ജനങ്ങളോടും പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, റബ്ബേ, ഞാൻ എൻ്റെ ദൗത്യമിതാ പൂർത്തീകരിച്ചിരിക്കുന്നു. ഞാനിതാ എൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. അല്ലാഹുവേ, നീ സാക്ഷിയാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച സംതൃപ്തിയോടുകൂടി ആ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അതൊരു സൂചനയായിരുന്നു വിട പറയലിൻ്റെ. ദുൽഹജ്ജ് കഴിഞ്ഞു, മുഹറം വന്നു, സഫർ. ഏകദേശം സഫർ 29-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീയിൽ ഒരു ജനാസയുടെ സംസ്കാരത്തിന് വേണ്ടി പോവുകയാണ്. ഒരു ജനാസയുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളുമായി മുഴുകി തിരിച്ചു വരുമ്പോൾ അസുഖം തുടങ്ങുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ചെറിയൊരു തലവേദന തുടങ്ങിയെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അതായിരുന്നു വഫാത്തിൻ്റെ വേദനയുടെ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ രോഗം വരുന്ന സമയത്ത് പല രൂപത്തിലും ചികിത്സിക്കാറുണ്ടായിരുന്നുവെങ്കിലും ആ സമയത്ത് ആഗ്രഹിച്ചു പോയ ഒരു കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു അത്രേ, നാളെ ഞാൻ ആരുടെ അടുത്താണ് ഉണ്ടാകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിയുടെ ഉദാഹരണമായി ആ ചോദ്യം അടയാളപ്പെടുത്താറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഓരോരുത്തർക്കും ഊഴം നിശ്ചയിച്ചു കൊടുത്ത ദിവസമുണ്ടായിരുന്നു. അന്യായം കാണിക്കാത്ത സഹകളത്രമായിരുന്നു അവര്. ഒരു പെണ്ണ് കെട്ടിയിട്ട് അടുത്ത പെണ്ണ് കെട്ടാനുള്ള അനുവാദം ഇസ്ലാമിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നിനെ നോക്കിയിട്ട് മറ്റൊന്നിനെ നോക്കാതെ, ഒന്നിനെ കെട്ടിയിട്ടിട്ട് മറ്റൊന്നിനെ തിരിഞ്ഞു നോക്കാതെ ഇസ്ലാമിൻ്റെ ഇളവുകൾ ദുരുപയോഗപ്പെടുത്തുന്നവർ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുന്ന സമയത്ത് പോലും ഓരോ ദിവസത്തെ ഊഴത്തിലും ഞാൻ മറ്റൊരാളുടെ ഊഴത്തിൽ കടമെടുക്കുന്നതിന് പകരം അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. അവസാനം എല്ലാവരും സമ്മതിച്ചു, ആയിഷ ബീവിയുടെ വീട്ടിൽ തന്നെ കൂടിക്കോ. ആയിഷ റളിയല്ലാഹു അൻഹ പറയട്ടെ, രോഗത്തിൻ്റെ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദഷ്തഖാ നഫസ അലാ നഫ്സിഹി, അവിടുന്ന് തൻ്റെ ശരീരത്തിലേക്ക് മുഅവ്വിദത്തൈനി എന്ന് പറയുന്ന അവസാനത്തെ 2 സൂറത്തുകളുണ്ടല്ലോ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും, ഈ 2 സൂറത്തുകളും തൻ്റെ കയ്യിലേക്ക് ഊതിക്കൊണ്ട് ശരീരം മുഴുവനും തടവാറുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ അവസാനം വഫാത്തിൻ്റെ സമയമായപ്പോൾ ഞാൻ അവിടുത്തെ വമസഹ അൻഹു ബിയദിഹി, ഞാൻ അവിടത്തേക്ക് ഊതി കയ്യിലിട്ടുകൊണ്ട് അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട് തന്നെ അവിടുത്തെ ശരീരത്തിലേക്ക് തടവിക്കൊടുക്കുമായിരുന്നു. അഥവാ അവിടുന്ന് വഫാത്തായ ആ രോഗത്തിൻ്റെ അവസരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ 2 സൂറത്തുകൾ ഓതി കയ്യിൽ തടവി കയ്യിലൂതി ശരീരം മുഴുവനും തടവുന്നത് പുണ്യകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞുതരാണ്, അവിടുന്ന് കയ്യിലൂതി ഞാനിങ്ങനെ തടവിക്കൊടുക്കാറുണ്ടായിരുന്നു എന്ന്. വഫാത്തിൻ്റെ സമയത്തുള്ള ചില രംഗങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിളിച്ചു, എന്നിട്ട് ഫസാറഹാ ബിശൈഇൻ, ഫാത്തിമ ബിവിയോട് ചില രഹസ്യങ്ങളൊക്കെ പറഞ്ഞു. ഫബക്കത്ത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി.
സുമ്മ ദഅഹ, പിന്നീട് വീണ്ടും വിളിച്ചിട്ട് ചില രഹസ്യങ്ങളൊക്കെ പറഞ്ഞു. ഫളഹിഖത്ത് റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ ഫാത്തിമ ബീവിയോട് എന്തായിരുന്നു രഹസ്യം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആദ്യം എന്നോട് പറഞ്ഞത് ഈ ലോകത്തിൽ എവിടുന്ന് വിട പറഞ്ഞു പോകുമെന്നുള്ള സത്യമായിരുന്നു, അതാണ് എന്നെ കരയിപ്പിച്ചത്. രണ്ടാമത് എന്നോട് രഹസ്യം പറഞ്ഞിട്ടുള്ളത് ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം അവരോട് ചെന്ന് ചേരുന്നത് ഞാനായിരിക്കുമെന്ന സത്യമാണ്, അതാണ് എന്നെ സന്തോഷിപ്പിച്ചത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്. തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് ഒരുപാട് ഉപദേശങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് താക്കീതുകൾ, ഒരുപാട് മുന്നറിയിപ്പുകൾ ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. നമ്മളൊക്കെ അത് വിലയിരുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അവസാന സമയത്ത് പോലും ഇത്തരം മുന്നറിയിപ്പുകൾ അവിടെ നിന്ന് നൽകിയത് എന്നറിയുമോ? ഓരോ പ്രവാചകന്മാരും കടന്നു വരുമ്പോ ആ പ്രവാചകന്മാരുടെ പിന്നാലെയുള്ള ഹവാരിയങ്ങള്, അവിടുത്തെ പിൻപറ്റിയ നബിമാരെ പിൻപറ്റിയ ആളുകളുണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതേ പ്രവാചകന്മാർ തന്നെ ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, അവരുടെ കബറിടങ്ങളെ തന്നെ ബിംബങ്ങളാക്കപ്പെടുന്ന, മസ്ജിദുകളാക്കപ്പെടുന്ന, ആരാധനാ കേന്ദ്രങ്ങളാക്കപ്പെടുന്ന ദുസ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് തൻ്റെ വഫാത്തിന്റെ സമയത്തുള്ള ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ. അള്ളാഹു ശപിച്ച രണ്ട് വിഭാഗങ്ങളെ, നസാറാക്കളെയും യഹൂദുകളെയും എടുത്തു പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടായത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. എന്താ കാരണം എന്നറിയോ? അള്ളാഹിന്റെ റസൂലിന്റെ അഥവാ നബിമാരുടെ, പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയവര്. സാധാരണക്കാരന്റെ കബറല്ല പ്രശ്നം, മഹാന്മാരുടെ കബറാണ്, അതും അമ്പിയാക്കളുടെ കബറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാണ്. അമ്പിയാക്കളുടെ കബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയത് കൊണ്ടാണ് അള്ളാഹു ശപിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസ്നൻ യുഅബദ്. പടച്ചോനെ, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. ഇന്നും ഉംറക്ക് പോകുന്നവരില്ലേ, ഇന്നും ഹജ്ജിന് പോകുന്നവരില്ലേ, മദീനത്തുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന സന്ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഒരു ഏർപ്പാടും അവിടെ കാണാൻ നമുക്ക് കഴിയുകയില്ല. ആ കബറിടത്തിലേക്ക് സന്ദർശിക്കാൻ ചെല്ലുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞുകൊണ്ട് ആ കബറിന്റെ അടുത്തുകൂടി കടന്നു പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മക്കാമിലോ ദർഗയിലോ കബറിടത്തിലോ മക്കാം ഷരീഫിലോ പോയാൽ എണ്ണ കത്തിക്കുന്നത് പോലെ, ചന്ദനത്തിരി കത്തിക്കുന്നത് പോലെ, അവിടെ നിന്ന് തുണിയുടെ ബർക്കത്തെടുത്ത് വരുന്നത് പോലെ, ആ ഭണ്ഡാരപ്പെട്ടിയിൽ പണമിട്ട് കൊടുക്കുന്നത് പോലെ, ആ കബറിടങ്ങളിലേക്ക് നേർച്ച നേരുന്നത് പോലെ, ആ കബറിന്റെ ചുറ്റുവട്ടത്തും തവാഫ് ചെയ്യുന്നത് പോലെ, ആ കബറിടങ്ങളിൽ ഉറൂസ് കഴിക്കുന്നത് പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടങ്ങളിൽ കാണാത്തത് എന്താണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബഹുമാനമില്ലാഞ്ഞിട്ടാണോ, ഹുർമത്തില്ലാഞ്ഞിട്ടാണോ, ബർക്കത്തില്ലാഞ്ഞിട്ടാണോ, ആദരവില്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ അങ്ങനെ ആക്കരുത് എന്ന് അല്ലാഹുവോട് ദുആ ചെയ്തപ്പോ ആരാധനാ സ്ഥലമാക്കുന്നതിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിച്ചത് തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ ചിലരങ്ങനെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അത്തരം ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ട് എന്നൊരിക്കൽ പറഞ്ഞു. മറ്റൊരിക്കൽ എൻ്റെ ഖബറിടത്തെ പടച്ചോനെ അങ്ങനെ ആക്കരുത് എന്നും പറഞ്ഞു. ഇത് വഫാത്തിൻ്റെ സമയത്ത് പ്രത്യേകം സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ആ രോഗത്തിൻ്റെ അവസരത്തിൽ ഒരു ദിവസം മിമ്പറിൽ കയറി വന്നിരുന്നു കൊണ്ട് ചിലതൊക്കെ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ച വ്യക്തിത്വമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് തിരിച്ച് പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. എന്നെ ഏതെങ്കിലും തരത്തിൽ, നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു ചെയ്യാം. എന്തൊരു വിനയമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇതാ തിരിച്ചു ചെയ്തോ എന്ന് പറഞ്ഞിരുന്നു കൊടുക്കുകയാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വാക്കും അവിടെ നിന്നിരിക്കെ പറഞ്ഞു, ഒരടിമ ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങളും ഭൂമിയിലുള്ള ചില നിഅമത്തുകളും എല്ലാം തെരഞ്ഞെടുക്കാനും അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുക്കാനും ആ അടിമക്ക് അള്ളാഹു അനുവാദവും സ്വാതന്ത്ര്യവും നൽകിയപ്പോ ആ അടിമ അള്ളാഹുവിങ്കലുള്ളത് തെരഞ്ഞെടുത്തു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ കരച്ചില. സഹാബികളൊക്കെ പറഞ്ഞു, ഇതെന്താണ് ഈ വയസ്സായ അബൂബക്കറിന്റെ പണി? ഒരടിമ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ കരയണോ? പക്ഷേ അതെന്തായിരുന്നുവെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിന്റെ മുന്നറിയിപ്പാണ്, വിട പറയുന്നതിന്റെ മുന്നറിയിപ്പാണ്. അത് മനസ്സിലായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അതുകൊണ്ട് വല്ലാത്ത വിഷമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ഞാനിതാ ഇനി നമുക്ക് ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് വന്ന് കാണാവുന്നതാണ്. നിങ്ങളിൽ ഞാൻ ഭയപ്പെട്ടു പോകുന്നത് ശിർക്ക് വരുമെന്നല്ല, അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത്രയും മുന്നറിയിപ്പ് നൽകി. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ ശിർക്ക് വെക്കുക എന്നുള്ളത് വലിയ പാതകമായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി മത്സരിക്കുന്നൊരു കാലഘട്ടം വരുമോ എന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിൻ്റെ ആ വേദനയുടെ കിടക്കയിൽ നിന്നുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങളിൽ അവിടുന്ന് പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നു. പള്ളിയിലേക്ക് വരുന്നത് പ്രിയപ്പെട്ടവരെ നമസ്കരിക്കാനും നമസ്കാരത്തിന് നേതൃത്വം നൽകാനുമാണ്. അവിടുന്ന് വഫാത്തിൻ്റെ സമയത്ത് പോലും ഒരു വഖ്തും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല. ഒരൊറ്റ വഖ്തും, അവസാനത്തെ ചില വഖ്തുകൾ ഒഴികെ, രോഗാണ് അസുഖാണ് എന്ന് പറഞ്ഞ ഒരു വഖ്ത് പോലും അവിടുന്ന് ഉപേക്ഷിച്ചില്ല. എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? അള്ളാഹുവിലേക്ക് ഏറ്റവും ഉന്നതിയിലെത്തിയ ഒരു വ്യക്തിത്വം, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ഒരു വ്യക്തിത്വം, അത്ര ഉന്നതിയിലായിട്ട് പോലും ഒരു വഖ്ത് നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, ഇനി നിസ്കാരമൊന്നും വേണ്ടാന്ന് പ്രഖ്യാപനമാണ്. നഊദു ബില്ലാഹ്. അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ സമയത്ത് പോലും പള്ളിയിലേക്ക് വന്ന് നമസ്കരിച്ചിട്ടുണ്ട്, ഇമാമത്ത് നിന്നിട്ടുണ്ട്. ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളത്ത് കൈവച്ചുകൊണ്ട് വേച്ച് പള്ളിയിലേക്ക് നടന്നു വരുന്ന രംഗം പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ സമയത്ത് പോലും നിസ്കാരം വേണ്ടാത്തൊരു മഹാനായി മാറിയിട്ടില്ല. കൂട്ടത്തിൽ അത് മനസ്സിലാക്കണം. ഇന്ന് കുറേ ആൾക്കാരുണ്ട്, നിസ്കാരമൊന്നും വേണ്ട, അള്ളാഹിൻ്റെ അടുത്ത് വലിയ മഹാനായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു നടപടിക്രമം ഇസ്ലാമിലില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇശാഇൻ്റെ സമയം ഏകദേശം 4 ദിവസങ്ങൾക്ക് മുമ്പാണ് എന്ന് ഒരു റിപ്പോർട്ടുണ്ട്. മഗ്രിബ് കഴിഞ്ഞു, ഇശാ നമസ്കാരത്തോടടുക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചു, ജനങ്ങളൊക്കെ നിസ്കരിച്ചോ? അസ്വല്ലന്നാസ്. ആൾക്കാരൊക്കെ പറഞ്ഞു, അടുത്തിരിക്കുന്ന പത്നിമാർ പറഞ്ഞു, ഇല്ല നബിയെ, ഞങ്ങളെയും കാത്തുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നു. പെട്ടെന്ന് ബോധക്ഷയം സംഭവിക്കുന്നു. ബോധം തെളിഞ്ഞപ്പോൾ അവിടുന്ന് തൻ്റെ മേലിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പറയുന്നു. തലയിലൂടെ വെള്ളമൊഴിക്കുന്നു. ഒരൽപ്പം പോകാൻ കഴിയുമെന്ന് തോന്നുമ്പോഴേക്ക്, എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്ക് വീണ്ടും ബോധക്ഷയം സംഭവിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോകാൻ കഴിയുന്നില്ല. ബോധം തെളിഞ്ഞിട്ട് വീണ്ടും തലയിലൂടെ വെള്ളമൊഴിക്കുന്നു. അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നു. നബിയെ, നിങ്ങളെയും അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. 3ാമത്തെ തവണയും അവിടത്തേക്ക് തലയിലൂടെ വെള്ളമൊഴിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. ചരിത്രത്തിലുണ്ട്. ഇത്രത്തോളം പ്രയാസപ്പെട്ടൊക്കെ പള്ളിയിൽ പോകണോ? നമുക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ടാകാം. വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ പോരെ എന്നാണ്. അങ്ങനെ ഉണ്ടോ? ഹയ്യ അലസ്സലാ എന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളീന്ന് സമയമായി എന്നുള്ള അറിയിപ്പല്ല, ഇങ്ങോട്ട് വാ എന്നാണ് അതിൻ്റെ അർത്ഥം. പള്ളിയിലേക്ക് പോകണം. ഏത് ജമാഅത്തിൻ്റെ സമയമായിരുന്നാലും പള്ളിയിലേക്ക് പോകാൻ പറ്റുമോ? അത് ഒഴിവാകുന്ന ഉദറില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പള്ളിയിലെത്തിയിരിക്കണം. പ്രവാചക സ്നേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ദിവസങ്ങളിൽ പോലും പള്ളിയിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചില സമയങ്ങളിൽ മാത്രമാണ് അവിടുന്ന് ഇമാമത്തായി നിർത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവസാന സമയത്ത് അവിടുത്തെ കയ്യിലുണ്ടായിരുന്നതൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല, എല്ലാം ദാനം ചെയ്യാൻ തുടങ്ങിയെന്നാണ്. നമ്മളെ ചില ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ? എൻ്റെ നാട്ടിൽ ഇവിടുത്തെ കഥ അറിയില്ല. ചില ഉമ്മാമ്മമാരും പ്രായമുള്ളവരൊക്കെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ വെക്കും. എന്തിനാണെന്നറിയോ? മരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തതെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ അവസാന ദിവസങ്ങളിൽ എല്ലാം ദാനം ചെയ്യാൻ തുടങ്ങി. ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്. 2-3 കാര്യം, ഒരു ഒട്ടകവും 1-2 കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ടെന്നല്ലാതെ ബാക്കിയൊക്കെ ഫീ സബീലില്ലാഹ്. എൻ്റെ നാട്ടിലൊക്കെ പഴയ പ്രായമുള്ള ഉമ്മാമ്മമാർ ഇതിലിങ്ങനെ അലിക്കത്തും മറ്റ് കുറേ കാതലും കമ്മലൊക്കെ അവിടെ തന്നെ വെക്കും. എന്തിനാണെന്നറിയോ? മരിച്ചിട്ട് 3-ാം ദിവസവും 7-ാം ദിവസവും 21-ാം ദിവസമൊക്കെ ബിരിയാണി വെച്ച് കൊടുക്കണമെങ്കിൽ പൈസ ഇല്ലാതെ വിഷമാകണ്ട, ഈ സാധനം അവിടെ നിന്നോട്ടെ എന്നാണ്. അങ്ങനെ ഉണ്ടോ ഒരു ഇസ്ലാം? പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു രീതി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവനവൻ